ജീവിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പശു വളർത്തലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഏത് തരം പുല്ലാണ് പശുക്കൾക്ക് അനുയോജ്യം, അഥവാ പുല്ല് കൃഷി ചെയ്യാൻ പറ്റാത്തവർ മറ്റ് ബദൽ മാർഗങ്ങൾ ഏതാണ് സ്വീകരിക്കേണ്ടത്, പശു വളർത്തലിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, പശു വളർത്തുന്ന കർഷകർക്ക് ഏതെല്ലാം സബ്സിഡികളാണ് ലഭ്യമാകുന്നത് തുടങ്ങിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പശുക്കളുടെ ആരോഗ്യം നിലനിർത്താനും പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പശുവിന്റെ തീറ്റ പ്രധാന പങ്കുവഹിക്കുന്നു. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പുൽകൃഷിയെ ചെറുതായി ഒന്ന് വിശദീകരിച്ചു പോകാം. കേരളത്തിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന ഒരിനം പുല്ലാണ് നൈപ്പർ ഗ്രാസ്. പശുവിനെ സംബന്ധിച്ച് വളരെയധികം പോഷക മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു പുല്ലിന് വളരെ വേഗം വളരുവാനുള്ള കഴിവുമുണ്ട്. നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ തഴച്ചു വളരുന്ന ഇത്തരം പുല്ലുകൾ കേരളത്തിലെ പശു വളർത്തുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഒരു പ്രാവശ്യം നട്ടുകഴിഞ്ഞാൽ 3-4 വർഷത്തേക്ക് ആ പുല്ലിൽ നിന്നും പുതിയ ഇതളുകൾ സൃഷ്ടിക്കപ്പെട്ട് അത് വളർന്ന് പുല്ലിൻ്റെ ആവശ്യം നിറവേറ്റാൻ സാധിക്കുന്നു. CO3, CO4 എന്ന 2 തരം ഹൈപ്പർ ഗ്രാസ് വർഗമാണ് നമ്മൾ സാധാരണയായി കൃഷി ചെയ്യുന്നത്. വളവും വെള്ളവും കൃത്യമായി തന്നെ നൽകുവാൻ ശ്രമിക്കുക, എങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ടായിരിക്കും ലഭിക്കുക. മറ്റൊരിനമാണ് കൊലോസീനിയ ഗ്രാസ്. ചൂടുള്ള കാലാവസ്ഥയിലും മഴക്കാലത്തും വളരെ അനുയോജ്യമായ ഒരുതരം പുല്ലിനമാണ് കൊലോസീനിയ ഗ്രാസ്. മറ്റൊരിനമാണ് സൂദാൻ ഗ്രാസ്. വേഗത്തിൽ വളരുന്നവയും നല്ല രീതിയിലുള്ള പോഷക ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന പുല്ലിനങ്ങൾ. ഇനിയിപ്പോൾ അഥവാ പുല്ല് നടുവാൻ സാധിക്കാത്തവർക്ക് മറ്റു ചില ഓപ്ഷനുകളുമുണ്ട്. ഹൈഡ്രോപോണിക് പച്ചപ്പുല്ല്. ഇത് പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിൽ നമുക്ക് വളർത്തുവാനായിട്ട് സാധിക്കും. ഇത് സാധാരണയായി മണ്ണിലല്ല വളരുന്നത്. ഇത് വെള്ളത്തിൽ നനച്ചു കൊടുത്താണ് വളർത്തുന്നത്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവെടുപ്പിന് ഇത് സാധിക്കുന്നു. വേഗത്തിലുള്ള വളർച്ചയാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. 7 മുതൽ 10 ദിവസം വരെയാണ് ഇതിൻ്റെ വളർച്ച. ചെറുകിട കർഷകർക്ക് കുറഞ്ഞ സൗകര്യത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക് പുല്ല്. മോദ, വെഞ്ച്, മൈസ്, ജവരി തുടങ്ങിയ വിത്തുകളാണ് ഇത്തരം കൃഷി രീതിക്കായി ഉപയോഗിക്കുന്നത്. താരതമ്യേന മുൻപേ പറഞ്ഞ മണ്ണിൽ വളരുന്ന പുല്ലിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് ചിലവ് കൂടുതലാണ്. എന്നാൽ പരിമിതമായ സ്ഥലങ്ങളിൽ പശു വളർത്തുന്നവർക്ക് ഈ രീതിയും പരീക്ഷിക്കാം. എന്നാൽ ഇത് രണ്ടുമല്ലാതെ മറ്റൊരു രീതിയിലും പശുക്കളുടെ തീറ്റ ക്രമീകരിക്കാം. പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയ ഇത്തരം ഫുഡ് പശു വളർത്തുന്നവരെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനം ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. പുല്ല്, ധാന്യങ്ങൾ, മറ്റ് പച്ചച്ചെടികൾ തുടങ്ങിയ പോഷക സമ്പന്നമായ വിഭവങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരിനം ഫുഡാണ് സൈലേജ്. ഇത് പശുവിൻ്റെ ആരോഗ്യത്തിനും പാലിൻ്റെ ഉൽപാദന ശേഷിയും കൂട്ടും. പലപ്പോഴും പുല്ലിൻ്റെ ലഭ്യത കുറയുമ്പോൾ ആളുകൾ സൈലേജിനെയാണ് ആശ്രയിക്കാറ്. എന്നാൽ മറ്റു ചിലരാണെങ്കിൽ പുല്ലുകൾ കൊടുക്കാറേയില്ല, സൈലേജ് മാത്രം കൊടുത്താണ് പശുക്കളെ വളർത്തുന്നത്. നിരവധി കമ്പനികളാണ് സൈലേജ് ഫുഡ് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത്. എന്നാൽ മറ്റു ചിലർ ഇത് സ്വന്തമായി നിർമ്മിക്കുന്നു. അപ്പോൾ ഇത്തരം 3 രീതിയിലുള്ള ഫുഡ് രീതികളാണ് സാധാരണയായി പശുക്കൾക്ക് നൽകുന്നത്. കേരളത്തിൽ പശു വളർത്തലിനായി കേരള സർക്കാർ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. പല സബ്സിഡിയും കർഷകർക്ക് ലഭിക്കുന്നു. ഒരു കർഷകന് 2 പശുക്കളെ വരെ വാങ്ങാനുള്ള 60,000 രൂപ സബ്സിഡി ലഭിക്കുന്ന പദ്ധതി നിലവിലുണ്ട്. കിടാരി വളർത്തൽ, ഒരു പശുക്കിടാവിനെ വാങ്ങാനുള്ള പദ്ധതിയാണ്. ഇതിൽ ഏകദേശം 15,000 രൂപ കർഷകന് ലഭിക്കുന്നു. അതുപോലെ തന്നെ പശു വളർത്തലിൽ മറ്റൊരു ചെലവാണ് തൊഴുത്ത് നിർമ്മിക്കുക. തൊഴുത്ത് നിർമ്മാണത്തിനും 25,000 രൂപ വരെ സബ്സിഡി ലഭിക്കുന്നു. അതുപോലെ തന്നെ കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണത്തിന്റെ വകുപ്പിൽ തന്നെ 1000 രൂപ വെച്ച് മാസം ലഭിക്കുന്നു. 6 മാസത്തേക്ക് ഇത് ലഭ്യമാകും. തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നവർക്ക് ഹെക്ടറിന് 30,000 രൂപ എന്ന നിരക്കിൽ തീറ്റപ്പുൽ കൃഷിക്ക് സബ്സിഡി ലഭിക്കുന്നു. അതുപോലെ തന്നെ കന്നുകുട്ടി പരിപാലനത്തിന് 12,500 രൂപയുടെ ആനുകൂല്യം കർഷകന് ലഭിക്കുന്നു. ഈ പദ്ധതികൾ ലഭിക്കുന്നതിനായി പ്രാദേശിക മൃഗസംരക്ഷണ വകുപ്പിന്റെ ഓഫീസുകളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അതിനുള്ള അപേക്ഷ ലഭിക്കുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പാൽ അളക്കുന്ന സൊസൈറ്റി വഴിയും ഈ ഒരു ബെനിഫിറ്റ് ലഭ്യമാക്കാൻ സാധിക്കും.
മിഷൻ കേരള ഡയറി എന്ന പദ്ധതി കേരളത്തിലെ പശു വളർത്തൽ മേഖലയെ ശക്തിപ്പെടുത്താൻ രൂപീകരിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ കർഷകന് ലഭിക്കുന്നതോടുകൂടി പശു വളർത്തൽ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കർഷകനെ സംബന്ധിച്ച് സാധിക്കുന്നു. ഏത് മേഖലയെപ്പോലെ തന്നെയും ഈ ഒരു മേഖലയിലും വളരെയധികം ചൂഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കർഷകനെ സംബന്ധിച്ച് വേണ്ടത്ര വില ലഭിക്കുന്നില്ല. അർഹതപ്പെട്ട കർഷകന് വേണ്ടത്ര രീതിയിലുള്ള സബ്സിഡി ലഭിക്കുന്നില്ല. പലപ്പോഴും പാൽ സൊസൈറ്റിയിൽ നിന്നുമുള്ള പിന്തുണയുടെ അഭാവം ഇതൊക്കെ പലപ്പോഴും കർഷകനെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാക്കുന്നു. പലപ്പോഴും സൊസൈറ്റിയിൽ നിന്നും കൃത്യമായ രീതിയിൽ പണം ലഭിക്കുന്നില്ല. ഇത് കർഷകനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നു. കർഷകർക്കുള്ള ആനുകൂല്യം ചൂഷണം ചെയ്യപ്പെടുന്നു. പലപ്പോഴും അർഹതപ്പെട്ട കർഷകന് സബ്സിഡി ലഭിക്കുന്നില്ല എന്നുള്ള പരാതി തുടർച്ചയായി തന്നെ കേൾക്കുന്ന കാര്യമാണ്. പലപ്പോഴും കർഷകർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കർഷകന് ചെയ്യാവുന്ന കാര്യം ചൂഷണത്തെക്കുറിച്ച് പരാതിപ്പെടുവാൻ സാധിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ ഓഫീസിൽ പോയി നേരിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതലായി പ്രശ്നപരിഹാരത്തിനുള്ള സെന്ററുകൾ രൂപീകരിക്കുക, ആവശ്യമെങ്കിൽ ഒത്തൊരുമിച്ച് പോരാടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ചൂഷണത്തെ ചെറുക്കാനായിട്ട് സാധിക്കും. കർഷകരെ സംബന്ധിച്ച് ഇടനിലക്കാരില്ലാതെ നേരിട്ട് പാലുകൾ സെയിൽ ചെയ്യുവാനുള്ള പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തുകയാണെങ്കിൽ കൂടുതൽ വരുമാന മാർഗം പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും മറ്റുമൊക്കെ പാല് വിതരണം നടക്കുകയാണെങ്കിൽ കർഷകന് കൂടുതൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിലേക്ക് നയിക്കുന്നു. അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക്